Wiggle your big toe. Wiggle your big toe. വിഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ആ മൂവ്മെന്റിനെയാണ് വിഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ സീനില് കാലിന്റെ തള്ളവിരല് ഉയർത്താനും താഴ്ത്താനുമായിട്ട് കമാൻഡ് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. മലയാളത്തില് ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നാലും ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഒരു പുഴുവിന്റെ മൂവ്മെന്റ് അത് വിഗിളി മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. I came to see a man. Oh, yeah. You have a friend living in Okinawa? Not quite. Not friend? Not quite. നോട്ട് ക്വൈറ്റ് പൂർണ്ണമായിട്ടും അത് ശരിയല്ല എന്ന് പറയുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. എന്റെ മുടി പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. അവൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാണ് മീനിങ്. ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ക്വയറ്റ് എന്നുള്ളതാണ്, അതായത് പൂർണ്ണമായിട്ട് വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത് രണ്ടും. He plays quite well എന്നാൽ അവൻ നന്നായിട്ട് കളിക്കും എന്നാണ് അർത്ഥം. I know I don't deserve your mercy or your forgiveness. However, I beseech you for both on behalf of my daughter. Bitch, you can stop right there. I beseech you. ബിസീച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേണപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. പ്രാർത്ഥിക്കുന്നതിനായിട്ടും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിനായിട്ടും നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടുത്തെ എക്സാമ്പിളില് അവർ അവനോട് അവിടെ താമസിക്കുവാനായിട്ട് അപേക്ഷിച്ചു. കുറച്ചു നേരം കൂടെ ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ മീനിങ്. Not a goddamn fucking thing you've done in the subsequent 4 years, including getting knocked up, is gonna change that. So when do we do this? It all depends. When do you want to die? അടുത്ത വേർഡ് നോക്ക്ഡ് അപ്പ് എന്നുള്ളതാണ്. പ്രഗ്നന്റ് ആകുക എന്നതാണ് ഇതിന്റെ മീനിങ്. ഇറ്റ്സ് എ സ്ലാങ് വേർഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പരിചയമുള്ള ആളുകളുമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനൊപ്പം തന്നെ പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു വാക്കാണ് നോക്ക്ഡ് ഔട്ട് എന്നത്. ഒരാളെ അടിച്ച് അവശനാക്കുക, അദ്ദേഹത്തെ അൺകോൺഷ്യസ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. മറ്റൊരു മീനിങ് നമ്മൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ്. ആ വാക്കിന്റെ മീനിങ് എന്നത് മത്സരത്തില് ഒരാളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ മീനിങ് വേൾഡ് കപ്പിൽ നിന്ന് ഇംഗ്ലണ്ട് തോറ്റു പുറത്തായി എന്നുള്ളതാണ്. Well, give me the gore details, son number one. It's a goddamn massacre, Pop. We wiped out the whole wedding party execution style. Massacre, massacre, massacre. കൂട്ടക്കൊല നടത്തുക എന്ന് പറയുവാനായിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ജാലിയൻ വാലാബാഗ് ഇതിനൊരു ഉദാഹരണമാണ്. കണ്ണിൽ ചോരയില്ലാത്ത കൂട്ടക്കൊലയായി വിലയിരുത്തപ്പെടുന്നു. Massacre.